മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിലെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാൻ വനം വകുപ്പ്. ഭയങ്കരം തന്നെ. വേടനെ പിടികൂടിയ കോടനാട് DFO ആണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസും അന്വേഷിക്കുന്നത്. പുലിപ്പല്ല് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വനം വകുപ്പിന് രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ പുതിയ നീക്കം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സമ്മർദ്ദത്തെക്കാൾ അപ്പുറം ഒരു മുഖം വെളുപ്പിക്കൽ നടപടിയായിട്ടാണ് ഇതിനെ കരുതേണ്ടത്. കാരണം നമ്മൾക്കറിയാം, വേടന്റെ ഈ കേസ് പിടികൂടിയപ്പോൾ വനം വകുപ്പ് രൂക്ഷമായി വിമർശിക്കപ്പെട്ട പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മോഹൻലാലിന്റെ ഇത് തീർന്നില്ലേ ആനക്കൊമ്പ് കേസ് തന്നെയായിരുന്നു. ഇതേ DFO തന്നെ അന്വേഷിച്ച കേസാണ് ആനക്കൊമ്പ് കേസ്. മോഹൻലാലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വനം വകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? 2023 സെപ്റ്റംബർ 18 ഈ കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് 6 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടാവുന്നത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.